അങ്ങനെ തന്നെയാണ് ആവണി. എന്തായാലും ഇറാനെതിരെ ആക്രമണം നടത്താൻ അമേരിക്ക സജ്ജമായി കഴിഞ്ഞു എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഇറാനെ ആക്രമിച്ചതിൽ നിന്നും പിന്മാറിയത് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് എന്നുള്ളതാണ്. അതായത് ഇത് വലിയൊരു യുദ്ധത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയിരുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ട്രംപിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഈ വെടിനിർത്തൽ വിഷയത്തിൽ ധാരണയായില്ലെങ്കിൽ ഇനി ഇറാനെതിരെ ആക്രമണം വീണ്ടും തുടങ്ങുമെന്നുള്ളൊരു സൂചനയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയുന്ന പോലെ ഈ വെടിനിർത്തൽ ഒക്കെ ഇപ്പോൾ നിലവിലുണ്ടെങ്കിൽ പോലും പല സമയങ്ങളിലും ഈ ഒരു പ്രകോപനവും ഈ ആക്രമണവും ഒക്കെ പിന്നെയും നമ്മൾ കേട്ടിരുന്നതാണ്. പ്രത്യേകിച്ചും ഗൾഫ് മേഖലകളിലൊക്കെ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. എന്തായാലും അതിലിപ്പോൾ ട്രംപ് പൂർണ്ണമായും തന്നെ ഒരു ഔദ്യോഗികമായി തന്നെ അതിന്റെ ഒരു വിവരങ്ങൾ പറയുകയാണ്. ഇനിയും ഇറാനെ ആക്രമിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന്റെ നേതാക്കൾ യാചിക്കുകയാണ് എന്നുള്ളൊരു വിമർശനമൊക്കെയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഇതിനു മുൻപും ഇറാനെതിരെ വലിയ രീതിയിൽ തന്നെ ഈ വിമർശനം ഉന്നയിച്ചതാണ് ട്രംപ്. അതായത് ഈ വെടിനിർത്തലിലേക്കൊക്കെ പോകണമെങ്കിൽ അവിടെ ഒരു നേതാവ് ഉണ്ടാകണം, അങ്ങനെ ഒരു നേതാവ് ഇറാനിൽ ഇല്ലാത്തതാണ് അവിടുത്തെ പ്രശ്നം എന്നുള്ളതായിരുന്നു ഇതിനു മുൻപ് അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന പ്രതികരണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇപ്പോൾ ഈ കരാറിലെത്താൻ വേണ്ടി ഇറാൻ നേതാക്കൾ യാചിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് ഇറാന്റെ ഭാഗത്തുനിന്നൊരു വിശദീകരണമൊന്നും നിലവിൽ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഈ സൈനിക സുരക്ഷാ സേനകളുടെ ഉടമ്പടി എന്നുള്ള പേരിലൊക്കെ ബില്ല് പുറത്തു വരുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് വിവരങ്ങളായി പുറത്തു വരുന്നത്. എന്തായാലും ഇപ്പോൾ വീണ്ടും ഒരു ആക്രമണത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതിന്റെ സൂചനകളൊക്കെ തന്നെയാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരു ഭീഷണിയാണ് ഇറാന് നേരെ ഉണ്ടായിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർണ്ണമായിട്ടുണ്ട് എന്നുള്ള വിവരം കൂടിയാണ് ഇപ്പോൾ ട്രംപ് പുറത്തു വിടുന്നത്. എന്തായാലും ഈ വെടിനിർത്തലിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇനിയും ഇത്തരത്തിലുള്ള ഒരു വെടിനിർത്തലിലേക്കല്ല, മറിച്ച് ഒരു ആക്രമണത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത്. നമുക്കറിയുന്ന പോലെ ഈ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോഴും അനിശ്ചിതത്വം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം കൂടി വരുന്നത്. അതായത് അത് കൃത്യമായ ഒരു തിരിച്ചടി അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു വെടിനിർത്തലിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് ഏറെക്കുറെ സൂചന നൽകുന്നുണ്ട്. ഇനിയും അത്തരത്തിലൊരു ധാരണയായില്ലെങ്കിൽ ആക്രമിക്കുക എന്നുള്ളതിലേക്ക് തന്നെ അമേരിക്ക പോകും എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്നും ചില നടപടികളൊക്കെ ഇറാൻ നേരെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ ഒരു ധാരണയിൽ എത്തണമെങ്കിൽ ചില നിബന്ധനകൾ അമേരിക്ക നൽകിയിരുന്നു. പക്ഷെ അതൊന്നും ഇറാൻ അനുവദിക്കാത്തതും ആ നിബന്ധനയിലേക്ക് ഇറാൻ എത്താത്തതുമാണ് ഇപ്പോഴും ഈ അനിശ്ചിതാവസ്ഥ തുടരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഇറാനെതിരെ വീണ്ടും ആക്രമണം നടത്തും എന്നുള്ളൊരു വിവരങ്ങളാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. അങ്ങനെ ആക്രമിക്കൽ നിന്നും ഇനി പിന്മാറില്ല എന്നുള്ളൊരു സൂചന കൂടിയാണ് നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ കരുത്തായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. നമുക്കറിയുന്നത് പോലെ തന്നെ ഈ ഗൾഫ് മേഖലകളെയാണ് ഇത് കൂടുതലും ഇതൊക്കെ ബാധിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം UAE ഉൾപ്പെടെയുള്ള ഇടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇനി വരും സമയങ്ങളിലും അത്തരത്തിലേക്കാണോ പോകുന്നത് എന്നുള്ള ഒരു ആശങ്ക തന്നെയാണ് നിലവിലുള്ളത്. എന്തായാലും ഈ വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഇനി വരും മണിക്കൂറുകൾ അറിയേണ്ടത്. എന്തായാലും ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു ധാരണയിലേക്ക് എത്തില്ല എന്നുള്ളൊരു സൂചനയൊക്കെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഇനിയും വെടിനിർത്തലിലേക്കല്ല പോകുന്നത് എന്ന് തന്നെ ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ആവണി, ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.